ഉമ്മ ആ അന്റെ കൂടെ എപ്പോഴും ഈ ചെയ്ത്താൻ കൂടെ ഉണ്ടല്ലേ? ഈ ചെറുത്താന്റെ കൂടെ നടക്കരുതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലടാ. ആ കുട്ടീന്റെ തന്തേരെ അടുത്തുനിന്ന് വേണ്ടതുപോലെ കിട്ടിയിട്ടുണ്ടല്ലോ. അന്റെ ഈ നിപ്പ് കാണുമ്പോഴേ അന്റെ തന്തേനെ എനിക്ക് ഓർമ്മ വരണത്. മൂപ്പർക്ക് നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കിട്ടിയ തല്ലിന് വല്ല കയ്യും കണക്കുണ്ടാ. നല്ല ISI മുദ്രയുള്ള തടിയാണ് എന്റെ തന്തേരത്. അത് തന്നെ അഹമുക്കെ നിനക്കും കിട്ടിയത്. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. പക്ഷെ മൂപ്പരെ തെങ്ങ് ചതച്ചു. എന്നും ഞാൻ പറയാറുണ്ട് ആ തെങ്ങിന്റെ ചോട്ടി പോയി മൂത്രമൊഴിക്കണ്ടാന്ന്. എന്നിട്ട് എന്തേ? ഇരുന്ന ഇരിപ്പിലല്ലേ ആ തേങ്ങ തലയിൽ വീണ് മയ്യത്തായത്. അന്റെ ലൈനടിയും അന്റെ മതില് ചാട്ടവും ഒക്കെ കോമു എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉളുപ്പില്ലാത്ത ജാതി. അതിനൊരു തീരുമാനം എടുക്കാനാണ് ഇപ്പൊ ഞാൻ ദുബായിന്ന് ഇങ്ങോട്ട് പറന്നെത്തിയത്. മനസ്സിലായടാ? ഇജ്ജ് സ്നേഹിച്ച പെൺകുട്ടീനെ ഇന്റെ മരുമോളായി ഇന്റെ പൊരയില് എന്നെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് കൊണ്ടുവരും. എടാ കോമു, കല്യാണം ഉറപ്പിക്കാനായിട്ട് ഇവിടുന്ന് 2 ഓട്ടോറിക്ഷ നിറച്ച ആളുകൾ അങ്ങോട്ട് ചെല്ലുണ്ടെന്ന് പെണ്ണിന്റെ തന്തേനെ വിളിച്ച് പറഞ്ഞേക്കും. പോരാത്തതിന് തൊള്ളയ്ക്ക് രുചിയുള്ള വല്ല കുഴിമന്തിയോ നെയ്ച്ചോറോ ബിരിയാണിയോ അതും കൂടെ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞേക്ക്. പിന്നെ ഈ പെരയുടെ പുറത്ത് നിൽക്കണ ഉളുപ്പില്ലാത്ത ശൈത്താന്റെ മക്കളോട് പറഞ്ഞേക്ക് വേഗം എന്റെ പെരേന്റെ മുമ്പിൽ നിന്ന് സ്ഥലം കാലിയാക്കാൻ. അല്ലെങ്കിൽ പണ്ടാറ വളപ്പ് ജമീലാന്റെ തനി കോണോ ഇവിടെ കാണും. ഗൾഫിൽ പോയതുകൊണ്ട് അവളുടെ ശരീരം മാത്രമേ നന്നായിട്ടുള്ളൂ. സ്വഭാവം പഴയതിലും കഷ്ടാണ്. ഓ നീ ഒരിക്കലും കെട്ടി പിടിക്കില്ലടി. ആ പിടിക്കണ്ട. കാര്യം ഞാൻ അറബീന്റെ വീട്ടിലെ മെയിൻ ഗദ്ദാമയാണ്. പക്ഷേങ്കിൽ അറബി എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിക്കില്ല കേട്ടോ. ഒരു ദിവസം ഞാൻ അറബീന്റെ വീട്ടിലിരുന്ന് മംഗളം വാരിക വായിച്ചോണ്ടിരുന്നപ്പോ എന്റെ ഡയറിന്ന് സാനുവിന്റെ ഒരു ഫോട്ടോ അറബിക്ക് കിട്ടി. അതിനുശേഷം എന്റെ പുറകെ നടക്കലാണ് അറബീന്റെ മെയിൻ പരിപാടി. എന്തിനാന്നറിയോ? അറബീന്റെ ചെറിയ മോളായിട്ട് എന്റെ സാനുവിനെ കെട്ടിക്കാൻ. എങ്ങനെയെങ്കിലും ഓനെ ഞാൻ അവിടുത്തെ ഷെയ്ക്കാക്കാൻ വിചാരിച്ചു നിക്കുമ്പോഴല്ലേ സാനുവിന്റെ ലൈൻ മതില് ചാടിയെന്നും പറഞ്ഞ് കോമുന്റെ വിളി വരണത്. പെൺകുട്ടികളുടെ കണ്ണീരിന്റെ ശാപം വാങ്ങാൻ എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി നിങ്ങളെല്ലാവരും കൂടി കല്യാണത്തിന്റെ ഡേറ്റും കൂടി അങ്ങ് ഫിക്സ് ചെയ്തേക്ക്. എന്തേ? നിങ്ങൾ എന്താ ആലോചിക്കണം? നല്ലൊരു തീരുമാനം പറയുന്നത്. കുട്ടികളായിട്ടുള്ള ഇഷ്ടം മനസ്സിലാക്കാതെ ഞാൻ എന്തൊക്കെയോ അപ്പോഴത്തെ വിഷമത്തില് ചെറുതായിട്ടൊന്ന് തല്ലി. അതൊന്നും സാറില്ല. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ 2 കാലം തല്ലി ഓടിക്കും. നമ്മുടെ ഷാനു നല്ല ചെക്കനാ. ഒരാളെ കൊണ്ട് ഒരു പേരുദോഷം എല്ലാ ചെറ്റത്തിനും ചെയ്യുന്നത് ഇവനാ. നിങ്ങളെല്ലാരും കൂടെ ഇങ്ങനെ ആലോചിച്ചിരിക്കാതെ കല്യാണത്തിന് വേണ്ടി നല്ലൊരു ദിവസം കണ്ടെത്തി. അതാണ് നല്ലത്. അങ്ങനെയാണെങ്കിലേ 5-ാം തീയതി പെരുന്നാള്, അത് കഴിഞ്ഞിട്ട് അടുത്ത മാസം ഫസ്റ്റ് ഞായറാഴ്ച 9-ാം തീയതി. അത് ഓക്കെ അല്ലേ? അങ്ങനെ നമ്മുടെ സാനുവിന്റെ കല്യാണം സെറ്റായി. പക്ഷെ നീ പണ്ടാരത്തിന് എങ്ങനെയെങ്കിലും തലേന്ന് ഒഴിവാക്കി തരുവോ? ഹലോ ഷാനുകാക്ക, ഇവിടെ എല്ലാവരും നമ്മുടെ കല്യാണം നിശ്ചയിച്ചോണ്ടിരിക്ക. ഇനിയെങ്കിലും എന്നോട് പറ ഐ ലവ് യു എന്ന്. എടി റസിയെ, ഞാൻ കുറച്ച് തിരക്കിലാടി. ഐ ലവ് യു എന്ന് പറ. ആ ഐ ലവ് യു. ഐ ലവ് യു ടു. അവള് പോയാ? അറബീനെ കല്യാണം വിളിക്കണ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പളേ എന്റെ പ്രഷർ കൂടുന്നുണ്ട്. മൂപ്പരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബുർജ് ഖലീഫയുടെ മോളി വെച്ച് 2 ആളുടെ കല്യാണം നടത്തണത്. പടച്ചോന്റെ വിധിയല്ലേ, നമ്മളെ കൊണ്ട് തടുക്കാൻ പറ്റുമോ? അല്ലേ സൂറേ? അതന്നെ. എന്നാ നമ്മള് പോവാ. ചക്കരപ്പന്തലേ ഉമ്മച്ചി പോവാണേ. ഉമ്മ എന്നാ നമുക്ക് ഇറങ്ങാം. വർഗങ്ങളാ നമ്മുടെ ഷാനുവിന്റെ ഭാഗ്യം. അതുകൊണ്ടല്ലേ കല്യാണം എനിക്ക് പണ്ടാര കുരുപ്പങ്ങൾ കാണിക്കണത്. സൈലേ സൈലേ സെറ്റായിട്ടോ, സെറ്റായി. നമ്മളെ സാനുവിന്റെ കല്യാണം സെറ്റായി. ഞാൻ വിചാരിച്ചേ നിങ്ങളെല്ലാരും ഇടിയും കൊണ്ട് തൂറിയേ വരുവുള്ളന്ന്. ബിരിയാണി എന്നാ വാട്ടോ. അവളോട് ചിലക്കാൻ കൂശിമ്പി പെണ്ണുപിള്ള. ബാബൂട്ടാ ബാബൂട്ടാ,
സാനു, നീ പ്രേമിച്ച പെണ്ണിനെ ചോദിക്കാൻ ചെന്ന നിന്റെ ഉമ്മാരെയും ബന്ധുക്കാരെയും പെണ്ണിന്റെ ബാപ്പ ഓടിച്ചിട്ട് തല്ലിന്നൊരു വാർത്ത ഉണ്ടല്ലടാ നാട്ടില്. ഡാ ഒന്നുമില്ലെങ്കിൽ ഈ പ്രേമിച്ച പെണ്ണല്ലടാ. നീ അന്തസ്സുള്ളവനായിരുന്നെങ്കിലേ ആ പെൺകുട്ടിയെ വിളിച്ചിറക്കി കൊണ്ടുവരണായിരുന്നു. അതെ, എനിക്കിട്ട് അധികം അന്തസ് ഉണ്ടാക്കാൻ നിങ്ങൾ നിക്കണ്ടാട്ടാ. ഞാൻ പ്രേമിച്ച് എല്ലാ പെൺപിള്ളേരെയും വിളിച്ചിറക്കിക്കൊണ്ട് വരാൻ നിന്നാലേ ആ കൂട്ടത്തിൽ നിങ്ങൾ 3 പെൺമക്കളും കാണും. പിന്നെ ഞാൻ ശരിക്കൊന്ന് മനസ്സ് വെച്ചാലുണ്ടല്ല, നിന്റെ ഭാര്യ എന്റെ കൂടെ ഇറങ്ങി വരും. കാണടാ എനിക്ക് കാണാ. ഏയ് വേണ്ട, ഇതാ നിന്റെ ജ്യൂസ്, നീ എന്നെ കുടിച്ചോ. എനിക്ക് വേണ്ടോ എന്റെ ആപ്പിള്. നല്ല ആപ്പിളാടാ. വേണ്ടോ? നല്ല സാധനാണേ. വേണ്ടെന്ന് എന്റെ കോപ്പില ആപ്പിള്. ഓക്കേ. പോത്തേതോ മണ്ണകുന്നാച്ച അവന്റെ ആപ്പിള് വേണ്ടായിരുന്നു. ഹായ് ഹായ്, നീയോ എങ്ങോട്ടാ? ഫോട്ടോ വെച്ച് വരെ. രവേട്ട ഓട്ടത്തിലാണോ? ശരി എന്നാ, ശരി എന്നാ, ഓക്കെ ബൈ, ശരി എന്നാ. വലൈക്കും സലാം. മോളെ കല്യാണം ഉറപ്പിച്ചെന്ന് പറഞ്ഞു. ആടാ പെട്ടെന്നൊരു ടീമായിട്ട് വന്നപ്പോ നമ്മളങ്ങോട്ട് ഉറപ്പിച്ചു. ചെക്കനെനിക്ക് അറിയാട്ടാ, മഹാലമ്പാണ്. ഏയ് അത് ഞാൻ അന്വേഷിച്ചിരുന്നടാ. അവരുടെ കുടുംബം വലിയ കുഴപ്പമില്ല, നമ്മുടെ അത്ര സാമ്പത്തികം ഇല്ലാന്നുള്ളൂ, പാവപ്പെട്ടവരാ. ഞാനേ അങ്ങോട്ട് കല്യാണം പറയാൻ വേണ്ടി വരാൻ നിൽക്കായിരുന്നു. എന്തായാലും നോക്കി കണ്ടൊക്കെ ചെയ്, അങ്ങനെ ചെയ്താൽ എനക്കൊള്ളാം. അത് കുഴപ്പമില്ല, ഞാനങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. എന്തായാലും ഉഷാറാവട്ടെ പരിപാടി. വലൈക്കും സ്ലാം. ഏതവിടെ കൊടുത്താ? ഉറപ്പാണല്ലോ. ആ, നാട്ടിലെ കാർന്നോമാരെയും പള്ളിയിലെ മുക്രീനെയും കോമു പോയി കല്യാണം വിളിച്ചാ മതി. പിന്നെ കുടുംബക്കാരെയും അയൽപ്പക്കത്തുള്ള പുന്നാര മക്കളെയും ഞാനും സൂറയും പോയി വിളിച്ചോളാം. പിന്നെ സാനു, പന്തലിന്റെ കാര്യം ഈയും ഇന്റെ ചങ്ങാതിമാര് നോക്കിക്കൊള്ളണം. അല്ല സാനു, അനക്കിപ്പോ ബാങ്ക് ബാലൻസ് എത്രയുണ്ട്? വല്ല ലേലക്കുറിയോ പൈസ ആയിട്ട് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉമ്മ ഇപ്പൊ ഓട്ടം കുറച്ച് കുറവാണ്. ആ, എന്നാലും എണ്ണിപ്പറിക്ക് ഒരു 10-200 രൂപ എന്തായാലും ഉണ്ടാവും. 200 രൂപയായിട്ട് കല്യാണം കഴിക്കാൻ നടക്കണ വൃത്തികെട്ടവൻ കുരിപ്പ്. ലൈനടി കല്യാണം ആയതുകൊണ്ട് 10ന്റെ പൈസ കിട്ടുമെന്ന് വിചാരിക്കണ്ടച്ച്. ഓരോ തന്തേര് പെൺകുട്ടികളെ കെട്ടിക്കാൻ പെരയും പറമ്പ് സ്വർണ്ണമായിട്ട് പിറകെ നടക്കാണ്. എന്റെ മോളെ കെട്ടിക്കോ, എന്റെ മോളെ കെട്ടിക്കോ എന്നും പറഞ്ഞു. ഇനി മലന്ന് കിടന്ന് തൊള്ള പറന്ന് മൂത്രയിച്ചാളാ. അല്ല ഉമ്മ, നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞ ആ പെണ്ണിന്റെ പുറകെ പോയിട്ട് കല്യാണം ആലോചിക്കാൻ അവളെ ഞാൻ നൈസായിട്ട് ഒഴിവാക്കൂലായിരുന്നാ? അയ്യടാ, പോയി കെട്ടി തൂങ്ങി ചാവടാ. ഇനി ഓളെ പേരേന്റെ മുമ്പിൽ പോയി പൊന്നും പണം തരുമോന്ന് ചോദിച്ചു നോക്ക്. അല്ല, എനിക്കൊരു സംശയം. ഈ അറബി ഒന്നും ഇവിടെ കിടക്കും? അറബി ഒന്നും വരാൻ പോണില്ല. അറബിക്കാണെങ്കിൽ ആ നൂർജഹാന്റെ മുംതാസിന്റെ പ്രസവത്തിന്റെ ടെൻഷനില്ല. ആ, അപ്പൊ അതിന്റെ താഴെയായിട്ടായിരിക്കല്ലേ നമ്മള് ഷാഹിനെ ഉറപ്പിക്കാൻ നോക്കിയത്. നൂർജഹാനും മുംതാസും അറബിന്റെ കുട്ടികളല്ല, ഒട്ടകങ്ങളാ. ഒട്ടകമാണെങ്കിൽ കോമുക്കാനും കെട്ടിച്ചു കൊടുക്കും. മൂപ്പര് ഇപ്പൊ ആ പ്രസവത്തിന്റെ ടെൻഷനില്ല. ഉമ്മ, നമുക്ക് ആദ്യം ആ വീട്ടിൽ പോയി പറഞ്ഞിട്ടേ പിന്നെ ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് പാടാ അവിടുന്ന്. ഞാനിവിടെ അല്ല അഞ്ചു മോളെ, നീ എന്താ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കണ്? ദേ അറിഞ്ഞില്ലേ, നമ്മുടെ സാനുവിന്റെ കല്യാണം ഉറപ്പിച്ച്. നീ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിച്ചാ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. നീ എന്നെ അല്ലാതെ വേറെ ആരെങ്കിലും കല്യാണം കഴിക്കോ? എനിക്ക് ഷാനുവിന്റെ സ്ഥാനത്ത് ഒരാളെ പകരം ചിന്തിക്കാനാവില്ല. ഇനി നീ എങ്ങാനും എന്നെ ചതിച്ചാ ഞാൻ ഉറപ്പായിട്ട് ആത്മഹത്യ ചെയ്യും. ഐ ലവ് യു ഷാനു. ഐ ലവ് യു ടു. എന്താ സാനു നീ ആലോചിച്ച് നിക്കണേ? കല്യാണം വിളിക്കടാ. കല്യാണം വിളിക്കാനാന്ന് പറഞ്ഞ എന്റെ മുറ്റത്ത് കാലിയോട്ടിയല്ലേ നിന്റെ കാലിയം വെട്ടിയെടുക്കും. കുടുംബശ്രീയിലെ പതിക്കാൻ തന്ന പൈസ കെട്ടിട്ടല്ലേ നീ ഗൾഫിൽ പോയത്? നിന്റെ ഈ കാണുന്ന തടിയെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. ഇറങ്ങി പോടി പണ്ടാര ജമീലെ. അതിനാരടി നിന്റെ മരമോന്തയും കണ്ട പെരയിലോട്ട് കല്യാണം വിളിക്കാൻ വരണത്? ദേ നിന്റെ മോളുടെ മരമോന്തയും കണ്ട് ഇവിടെ നിന്നതാണ്. കല്യാണം വിളിക്കട ചക്ക അങ്ങോട്ട്. എടി അഞ്ചോ, അടുത്ത മാസം 9-ാം തീയതി കല്യാണം. നീ വന്നം. ദേ കണ്ടുപിടിക്കടി. കല്യാണം വിളിച്ച സന്തോഷത്തിൽ നിന്റെ മോള് കരഞ്ഞോണ്ട് പോയത് കണ്ട. പിന്നെ കല്യാണം വിളിക്കാൻ പറ്റിയ ഒരു സാധനം. ഓടി അവിടുന്ന് അങ്ങോട്ട് നടക്കട ചക്ക. അവളുടെ ഒരു വെട്ടുകത്തിയായിട്ട് ഒരു ഇറക്കം. നീ എവിടെയായിരുന്നടി ഇത്രയും നേരം? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലാസ് ഇപ്പൊ എപ്പോ നോക്കിയാലും സ്പെഷ്യൽ ക്ലാസ്. കേറി പോടി അകത്ത്. ഓരോ സ്പെഷ്യൽ ക്ലാസ്. ഉമ്മ, ഞാൻ മോനെയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. ഭക്ഷണം കഴിച്ചാ? കഴിച്ച് രാത്രി തന്നെട്ടാ. നല്ല മട്ടനും ഇതൊക്കെ ഉണ്ട്. കൊമ്മക്കൊക്കെ ഭ്രാന്തായ. സാനുവിന്റെ കല്യാണം വിളിച്ചപ്പോ ഉസ്താദിന് പെരുത്ത് സന്തോഷമായി കാണൂല്ലേ? ഉസ്താദ് നല്ല സന്തോഷം കണ്ട് തുള്ളിച്ചാറിനായിരുന്നു. ഇറങ്ങി അല്ല താൻ തന്നെ പോയി വിളിക്കടാ.
നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ പിന്നാലെ മണം പിടിച്ചു കിടക്കുന്ന പൂവങ്കോടെ കല്യാണം ഞാൻ നടത്തി തരണടാ. ഊള് പെണ്ണായിരുന്നു എവിടെ തൊള്ള പണ്ടാര വളപ്പ് ജമീല ഓളോട് വന്ന് ഇന്നെ കാണാൻ പറ. എന്നിട്ട് ഞാൻ തീരുമാനിക്കാം നിനക്കത് വേണോ വേണ്ടേന്ന്. എങ്ങനെയാണെന്ന് വാലേക്കും അസ്സലാം. പോടാ. ഓരോ മരണപ്പണ്ടാരങ്ങൾ കയറി വരുന്നു. എന്തൊരു തല്ലണ തല്ലേന് നമുക്ക് അവന് ഉള്ളിലൊന്ന് മൊത്തം കലക്കിട്ടുണ്ടാവണ സാധു. എന്നാലും ഈ കറക്റ്റ് ടൈമിന് അർജുൻ ദാസിന്റെ മോളിയും കൊണ്ട് നമ്മളെ മച്ചാൻ ഓടിയല്ല. അതാണ് മനസ്സിലാവാത്തത്. അതന്നെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. തല്ലൊരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിലും തൂറാനും മുത്തന്ന് തൂറാനും പത്തനില്ല സാധു. എടാ റസിയാണ്ട, എടാ ഇവിടെ ഇതൊരു ആത്മഹത്യ ചെയ്തില്ലേ? എന്റെ പൊന്നു സാധു, നിന്റെ രസിക കാരണമാ ഈ തല്ല് മൊത്തം വാങ്ങിക്കൂത്തിയത്. എതുക്കടാ ഷാനുക്കാക്ക എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? ഞാൻ ഇനി ആത്മഹത്യ ചെയ്യൂല ഷാനുക്കാക്ക. ഈ പണ്ടാരത്തിനെ കൊണ്ട് തോറ്റല്ലോ. ഇനി എന്തോ ചെയ്യാ? ഹലോ, ഷാനുക്കാക്ക എന്നെ എന്തോ ഇഷ്ടമുണ്ട്. ആകാശത്തിന് അത്രയ്ക്ക് ഇഷ്ടമുണ്ടാ? സത്യം പറഞ്ഞോ, സത്യം പറഞ്ഞോ, സത്യം പറഞ്ഞോ? ഉണ്ടെങ്കിൽ ഈ എന്നെ കൂടെ ഇറങ്ങി വരോടി. ഞാനൊന്നും വരില്ല. ഉപ്പിച്ചെങ്ങനെ തച്ചു കൊല്ലും. അങ്ങനെയാണെങ്കിൽ നിന്നെ കാണാൻ ഞാനേ ഫോട്ടോസ് സ്കൂളിലെ ഭാഗത്തേക്ക് വരുന്നില്ലടി. നീ എന്നെ വിളിക്കാനേ നിൽക്കണ്ട. എടി ഇനി നീ ആയിട്ടുള്ള ബന്ധം ഞാൻ ഇതോടെ നിർത്തി. അങ്ങനെയൊന്നും പറയില്ല ഷാനുക്കാക്ക. ഇനി നീ എന്നെ വിളിക്കരുത്, ഞാൻ ഫോൺ എടുക്കൂല. എന്നോട് വേണ്ടിയില്ല, ഞാൻ ഇപ്പൊ തന്നെ ആത്മഹത്യ ചെയ്യും ഷാനുക്കാക്ക. രസിയക്കാരനുണ്ട് നാട്ടുകാരുടെ പോലീസുകാരുടെ തല്ലി ഈ കണ്ട നല്ല മൊത്തം കിട്ടിയ നമുക്ക്. അവളെങ്ങനെ സെറ്റാക്കി താമത്താൻ അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മത്താനെ. അവളെ ഞാൻ എനിക്ക് ഉറപ്പായിട്ട് സെറ്റാക്കി തരാടാ. എടി അവളെ ജിൻ വിളിക്കലാ മുത്താളാ മുത്ത് മുത്താണ് അവള്. ഒരു മൈൻഡും ഇല്ലല്ലോ. കണ്ടാ വേണ്ടിക്കൂടെ? എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ പഴയ നമ്പർ മാറ്റി പുതിയ നമ്പർ എടുത്ത്? ആ നമ്പർ ഒന്നും വരും. 9846585572. എനിക്ക് കിട്ടുന്ന പീസാണ് അത് തട്ടിയെടുത്തത്. അടുത്ത പോൽ ഇതെനിക്ക് കിട്ടേണ്ട ഏതെങ്കിലും ഇതായിക്കോളൂ. ഞാൻ ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടാൻ പോലെയാണ്. നീ സംസാരിച്ചാൽ ഞാൻ കേൾക്കും. അങ്ങനെ നീ ഒറ്റക്ക് പോയിക്കണ്ട. എടുക്കടേ സാനു, ഞാൻ പറഞ്ഞ കേട്ട് നീ വിഷമിക്കരുത്. പൊട്ടാ, ഈ വഴിയാണ്ടാ. നീ എങ്ങോട്ടാണ്ടാ? ഈ മൊത്തം ഒളിമ്പിക്സിലെ ഓടിയിരുന്നെങ്കിൽ എല്ലാം അതിലേക്ക് എത്തിയാലേ. കഷ്ടകാലം നമ്മളെ വിട്ട് പോണില്ലല്ലേ സുഗുണ? പടച്ചോന്റെ ഓരോ വിധിന്നല്ലാണ്ട് എന്താ ഇപ്പൊ പറയാ? എനിക്ക് ആ സൂര്യയുടെയും പിള്ളേരുടെയും കാര്യം ഓർത്തിട്ടാ. ബാക്കിയുള്ള ചടങ്ങും കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഇവന്റെ വീട്ടുകാരും ഉമ്മാനെ എല്ലാരെയും വിളിച്ച് പറയണം. ഉമ്മാനെ വിളിച്ചറിയിക്കണം. ഉമ്മാനെ എന്തിനാ? ചിലപ്പോ ചങ്ക് പൊട്ടിച്ചാവും. എന്തായാലും ജമീലാനെ അറിയിക്കണം. ഓളെ അറിയിക്കാതിരിക്കാൻ പറ്റില്ല. വിളിച്ചറിയിക്കട്ടെ. ഈ പണ്ടാരെന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഷാനുക്കാക്ക വിളിച്ച് ഇറങ്ങി വരില്ല എന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. അതിനുശേഷം ഒരുപാട് വട്ടം ഞാൻ ഷാനുക്കാനെ വിളിച്ചു. ഷാനുക്ക് ഫോൺ എടുത്തില്ലല്ലോ. ഇപ്പൊ ദേഷ്യമൊക്കെ മാറിയില്ലേ? ഇപ്പൊ സന്തോഷായില്ലേ ഷാനുക്കാക്ക? പോടി
കളിക്കാണ്ട് എന്ത് ഉണ്ടാക്കാനാണ്ട് നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കോവിളിച്ച വലിയ ഡയലോഗ് അടിച്ചല്ല ഇറങ്ങി വരൂലെന്ന് ഇറങ്ങി മിണ്ടലുണ്ടല്ല അടിച്ച പല്ലിയാൻ തെറിപ്പിക്കുക എല്ലാത്തിന്റെയും ആ മിണ്ടരുത് മിണ്ടിപ്പോരുത് ഇറങ്ങി വാടി ഇറങ്ങി വാടി മിണ്ടരുത് ട്ടാ വന്ന് വണ്ടി കയറി ഞാനൊന്നുമില്ല പോലാ സാനു നീ തമാശ കളിക്കലേ വന്ന് വണ്ടി കയറി എന്നൊക്കെ തുള്ളത് ഇപ്പൊ നിക്ക് കളിക്കലേ കേറിയ ഞാനൊന്നുമില്ല പോലാ സാനു നീ വിളിച്ചിട്ട് അവള് വന്നത് എന്താടാ നീ കാണിക്കണേ കൈന്ന് വിട് നീ ഒന്ന് അടങ്ങടാ എന്താ ഈ കാണിക്കണ സാനു മര്യാദ കൈയെടുക്കണോ കൈന്ന് വിടാ പേട്ട് കളവാ മിണ്ടരുത് തിണ്ടി പോലുണ്ടല്ലോ ഒന്നോളി ഞാൻ മിണ്ടരുത് അട്ടി ചെയ്താനെ ആരും പേടിക്കണ്ട അവന്റെ കൈ ഞാൻ പിടിച്ചപ്പോ അവന്റെ ഞാടി ഞാൻ പിടിച്ചു ഏറിയാൽ 5 or 6 ദിവസം അതിൽ കൂടുതൽ അവൻ ജീവിച്ചിരിക്കില്ല. ഷാനുക്കാക്ക ഞാൻ ഇറങ്ങി വരാതിരുന്ന ആ സങ്കടത്തില് ഷാനുക്കാക്ക ആത്മഹത്യ ചെയ്യുന്ന വെച്ചിട്ടാ ഞാൻ ഇറങ്ങി വന്നത്. ഷാനുക്കാക്ക നീ ഒരു അക്ഷരം മിണ്ടരുത് മിണ്ടരുത് കൊന്നോളൂ ഞാൻ ഷാനുക്കാക്ക വേണമെങ്കിൽ കൊന്നോ ഞാൻ ആരോടും പറയില്ല. ഷാനുക്കാക്ക പറഞ്ഞ് കേക്ക് ഷാനുക്കാക്ക ഐ ലവ് യു ഷാനുക്കാക്ക. നിന്റെ ഒരു ഐ ലവ് യു എടി നിന്നെ കണ്ടപ്പോ മുതൽക്കാണ് എന്റെ ഈ കഷ്ടകാലം തുടങ്ങിയത് നിനക്കറിയോ അത്. എനിക്ക് വീട്ടിൽ പോണ്ട എനിക്ക് ഷാനുക്കാക്കാന്റെ കൂടെ ജീവിച്ചാൽ മതി ഷാനുക്കാക്ക. ഏത് കഷ്ടകാലം പിടിച്ച സമയത്താണ് ഈ പണ്ടാർത്തും തലേക്കേറ്റി വെക്കാൻ വണ്ടി വേണ്ട ഷാനുക്കാക്ക ഞാൻ പറയണോന്ന് കേക്ക് ഷാനുക്കാക്ക പ്ലീസ്. മുണ്ടു ഷർട്ടൊക്കെ അലക്കി എടുത്തരാ ഷാനുക്കാക്ക പ്ലീസ് ഷാനുക്കാക്ക. ഞാൻ പോണില്ല ഷാനുക്കാക്ക പ്ലീസ് ഞാൻ പോവില്ല പ്ലീസ് ഷാനുക്കാക്ക വേണ്ട വേണ്ട ഷാനുക്കാക്ക ഷാനുക്കാക്ക പിന്നെ ഇഷ്ടമില്ലല്ലേ ഷാനുക്കാക്ക പ്ലീസ്.